കോൺഗ്രസ്സിലൂടെ പുറത്തു വരുന്നത് പാകിസ്ഥാൻ്റെ ശബ്ദമാണ്. പാകിസ്ഥാൻ്റെ ചിന്തയാണ് കോൺഗ്രസ് നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് വരുന്ന ഇത്തരം വിമർശനങ്ങൾ വീണ്ടും സത്യമാണെന്ന് നമ്മൾ അങ്ങനെയല്ലേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം കർണാടകയിലെ ബെൽഗാവിയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയുടെ മാപ്പ് വികൃതമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അത് ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഗൗതം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ ശരിയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം വളരെ വികലമായും അപൂർണമായും വരച്ച ബാനറുകളും പോസ്റ്ററുകളും ബെൽഗാവി ടൗണിലെമ്പാടും നിരന്നിരിക്കുകയാണ്. അതിന് കാരണം ഈ ബെൽഗാവിയിൽ ദ്വിദിന 2 ദിവസത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണ്. ഏതാണ്ട് 200 നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാം മുതിർന്ന നേതാക്കളാണ്. സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, അതുപോലെ പ്രിയങ്ക ഗാന്ധിയുണ്ട്, മല്ലികാർജ്ജുന ഖാർഗെയുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇങ്ങനെ വളരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. AICC യോഗമാണ്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1924 ഈ ഡിസംബർ 27-28 തീയതികളിലാണ് അതവിടെ മഹാത്മാഗാന്ധി അധ്യക്ഷനായിട്ട്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഈ സമ്മേളനം നടന്നു. അന്ന് ആ സമ്മേളനം നടന്ന അദ്ദേഹം ഏതാണ്ട് 1924 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ജയിൽ മോചിതനായി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഉണർവുണ്ടാക്കാൻ വലിയ തോതിൽ അദ്ദേഹം കുറച്ച് യാത്രയൊക്കെ ചെയ്ത്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രയൊക്കെ ചെയ്ത് വന്ന് പല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല പ്രക്ഷോഭങ്ങൾക്കും അദ്ദേഹം കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ വർഷം തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു ഉപവാസ വ്രതം അനുഷ്ഠിച്ചു. ഏതാണ്ട് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഉപവാസ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം അധ്യക്ഷത വഹിച്ച ഒരു 2 ദിവസത്തെ സമ്മേളനം ബെൽഗാവിയിൽ നടന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് അന്ന് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൻ്റെ ആസൂത്രണവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതിൽ ചർച്ച ചെയ്തത്. അതിനെ അനുസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ 100ാം വാർഷികമായ 2024 ഈ ഡിസംബർ മാസത്തിൽ ബെൽഗാവിയിൽ തന്നെ ഈ സമ്മേളനം വെച്ചത്. ഇപ്പോൾ KC വേണുഗോപാൽ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പറഞ്ഞത് ഇതൊരു ചരിത്ര സംഭവമാകും എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ തോതിൽ അത് കോൺഗ്രസ്സിനെ വളരെയധികം ആക്രമിച്ചുകൊണ്ട് ആൾക്കാർ പോസ്റ്റുകൾ ഇടുന്നു, കമൻറ്റുകൾ ഇടുന്നു. അപ്പോൾ അതിന് കാരണം ഈ ബെൽഗാവിയിൽ എല്ലായിടത്തും ഈ സമ്മേളനത്തിൻ്റെ പോസ്റ്ററുകൾ നിരന്നിട്ടുണ്ട്. ആ പോസ്റ്ററുകളും ബാനറുകളും അതിനകത്ത് ഇന്ത്യയുടെ ഭൂപടം വളരെ വികൃതമായിട്ട് വരച്ചു എന്നാണ് BJPയുടെ ആരോപണം. അതിൽ ഈ പാകിസ്ഥാനടുത്ത് കിടക്കുന്ന, നമ്മുടെ കാശ്മീരിൽ പാകിസ്ഥാനും ചൈനയ്ക്കും ആയിട്ട് അടുത്ത് കിടക്കുന്ന ഗിൽജിത്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാക് അധീന കാശ്മീർ, അതുപോലെ അക്സായ് ചിൻ. ഈ അക്സായ് ചിൻ അറിയാമല്ലോ നമുക്ക്, ചൈന പണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കയ്യേറിയ ഭൂമിയാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഭൂപടമാണ് വരച്ചിരിക്കുന്നത്, അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ അവിടെ പ്രതിഷേധവും വലിയ തോതിലുള്ള ആക്രമണം, ഇതിനെതിരെയുള്ള സൈബർ അറ്റാക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് BJP ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മനഃപൂർവ്വമല്ല, ഇവരിത് യാദൃശ്യമല്ല, ഇത് മനഃപൂർവ്വം കോൺഗ്രസ് ചെയ്യുന്നതാണ്. അവർക്ക് ഈ രാജ്യത്തിനോട് ഒരു കൂറുമില്ല, അവരൊരു കാലത്ത് ഈ രാജ്യം വെട്ടിമുറിച്ചു, ഇന്നിപ്പോൾ വീണ്ടും വെട്ടിമുറിക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് BJP അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. BJPയുടെ ഔദ്യോഗിക ട്വിറ്ററിൽ വന്ന അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാഗ സ്നേഹത്തിൻ്റെ കട തുറന്നു. അതായത് രാഹുൽ ഗാന്ധി കർണാടകയിൽ ജയിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ മുഹബത്ത് കി ദുക്കാൻ, സ്നേഹത്തിൻ്റെ കട കർണാടകയിൽ തുറന്നു എന്നാണ്, അല്ലേ? അതെ. അപ്പോൾ അവർ BJP അതിന് പറയുന്നത് കട തുറന്നു, ആർക്ക് വേണ്ടി? ചൈനയ്ക്ക് വേണ്ടി, പാകിസ്ഥാന് വേണ്ടി. ഇതാണ് BJPയുടെ ആക്രമണം. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. BJP അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടത്തുന്നത്. ഇവർ രാഷ്ട്രത്തെ ഇനിയും വെട്ടിമുറിക്കും. മുമ്പൊരിക്കൽ അത് ചെയ്തു, ഇനിയും വെട്ടിമുറിക്കും. വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ ഈ ശ്രമങ്ങളെല്ലാം. ഈ പോസ്റ്ററിൽ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നതെല്ലാം ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ്. ഇത് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ പരമാധികാരം പാകിസ്ഥാന്, ചൈനയ്ക്കും അടിയറ വച്ചിരിക്കുകയാണ്.
അങ്ങനെ ഇത് മാത്രമല്ല, കർണാടക കോൺഗ്രസിനെ ആക്രമിക്കുന്നുണ്ട്. കാരണം കർണാടക കോൺഗ്രസിനായിരിക്കുമല്ലോ അവിടുത്തെ ഈ സംഘാടന ചുമതല. അപ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ പ്രീണന രാഷ്ട്രീയമാണ് തുടരുന്നത്, അത് വലിയ തോതിൽ രാജ്യത്തെ ശിഥിലീകരിക്കും എന്നൊക്കെ പറഞ്ഞാണ് BJP ഈ ട്വിറ്റർ ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇതിനെതിരെ ഇത് ചെയ്യുന്നത്. ഇനി അവർ മറ്റൊരു പ്രധാന ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. ഇത് ജോർജ് സോറോസിനൊപ്പം ചേർന്ന് രാജ്യത്തെ ശിഥിലീകരിക്കാനാണ് BJPയുടെ ശ്രമം. ഗാന്ധിജി രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഇന്നത്തെ കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും KC വേണുഗോപാലും ഒക്കെ രാജ്യത്തെ ശിഥിലീകരിക്കാനും വീണ്ടും വെട്ടിമുറിക്കാനുമാണ് ശ്രമം. ജോർജ് സോറോസിനൊപ്പം ചേർന്നിരിക്കുകയാണ് എന്നാണ് അവരിപ്പോൾ BJP ഇതിനെ ആക്രമിക്കുന്നത്. എന്തോ പറയാമെന്നല്ലോ. ഇതിൽ യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ ഒരു സമാധാന അന്തരീക്ഷമാണ് കാശ്മീരിൽ രൂപപ്പെട്ടത്. അത് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് 2020-24 കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ അവിടെ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്കിലും നേരത്തെ ഉണ്ടായതുപോലുള്ള വ്യാപകമായ രീതിയിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഇല്ലാതാവുന്നു. വലിയ രീതിയിലുള്ള വികസനങ്ങളും അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളും കാശ്മീരിനെ തേടിയെത്തുന്നു. കാശ്മീരിൽ രാഹുൽ ഗാന്ധിക്കും ഏത് നേതാവിനും സുരക്ഷിതമായിട്ട് സന്ദർശിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. ത്രിവർണ പതാക ഏത് മനുഷ്യനും അഭിമാനത്തോടുകൂടി പറത്തി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ BJP കാശ്മീരിൽ സൃഷ്ടിച്ചത്. അതിനെ ഇപ്പോഴും അംഗീകരിക്കില്ല. അതിനെ ഞങ്ങൾ തുരങ്കം വയ്ക്കും. രാജ്യത്ത് ഞങ്ങളാണ് അധികാരത്തിൽ വരികയെങ്കിൽ വലിയ ഭീഷണിയാണ് ഈ രാജ്യം നേരിടാൻ വേണ്ടി പോകുന്നത് എന്നാണ് ചില ആൾക്കാർക്കെങ്കിലും കോൺഗ്രസിൻ്റെ ഇത്തരം രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 വട്ടവും തോറ്റ് തുന്നം പാടി ഒരു മൂലയ്ക്ക് രാജ്യവിരുദ്ധ ശക്തികളായ ഈ കോൺഗ്രസിനെ ജനങ്ങൾ ഒതുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ കഷ്ടമാണ്. കോൺഗ്രസിനകത്ത് ഒരുപാട് നല്ല നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോഴും ഒരു ദേശീയ പാർട്ടി എന്ന് പറയാനായിട്ട് അതിന് സാധിക്കും. കോൺഗ്രസിന് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. BJP ജയിച്ചു വരുന്നുവെങ്കിലും കോൺഗ്രസിന് തീരെ മോശമല്ലാത്ത വോട്ട് കിട്ടുന്നുണ്ട്, അല്ലേ? ഈ പ്രാദേശിക പാർട്ടികളെ പോലെ അല്ല കോൺഗ്രസ്. എല്ലാ സ്ഥലത്തും അത്യാവശ്യം പേരിനുണ്ട്. ഇപ്പോൾ ഗൗതം പറഞ്ഞ കാശ്മീരിൻ്റെ കാര്യം വളരെ ശരിയാണ്. ലോക്സഭയിൽ ഇപ്പോൾ ഇവിടെ ആളുകൾ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ. ലോക്സഭയിൽ എന്തോ വലിയ സീറ്റുകൾ ഒരുപാട് കോൺഗ്രസ്, അതൊരു വലിയ വിജയമാണോ? BJPക്ക് കിട്ടിയ വോട്ടിന്റെ അല്ല, അത് നോക്കുകയാണെങ്കിൽ ഒട്ടുമല്ല. അതെ, പറയൂ. പറഞ്ഞോളൂ. അല്ല, ഗൗതം ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുപ്പിച്ച് 10 വർഷം ഭരിച്ചിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ, NDAക്കെതിരെ ഉയർന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടല്ലേ വാസ്തവത്തിൽ വീണ്ടും ഈ 3ാം ടേമിലും NDA തിരിച്ചു വന്നത്. ഇത് കോൺഗ്രസ്സിന് മനസ്സിലാകുന്നില്ല. അവർക്ക് സീറ്റുകളുടെ എണ്ണം കൂടി, അത് ശരിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും UPയിലും മഹാരാഷ്ട്രയിലും BJPക്ക് തിരിച്ചടി ഉണ്ടായിട്ടും കൂടുതൽ ഭൂരിപക്ഷം രാഹുലിനുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. രാഷ്ട്രീയം അതിൻ്റേതായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് അതിൻ്റേതായ നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചെറിയ ഒരു സമ്മേളനം പോലും നേരെ ചൊവ്വേ നടത്താൻ പറ്റാത്തവണ്ണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇത്രയും ദുർബലപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയുടെ മാപ്പ് വേണ്ട രീതിയിൽ അവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ, നമ്മുടെ ഭൂപടം നല്ല രീതിയിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ വീഴ്ചയല്ലേ? കോൺഗ്രസിനെ പോലെ ഇത്രയും 140 വയസ്സാകും, 139 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്സിന്. അത് 140ാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോകുന്നു. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുന്നു. 100ാം വർഷത്തിലേക്ക് RSSും കടക്കാൻ പോകുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ പഴക്കമുള്ളൊരു പാർട്ടിയാണ്. അതിനേക്കാൾ 40 വയസ്സ് കൂടുതലുണ്ട് കോൺഗ്രസ്സിന്. ആ കോൺഗ്രസ്സിനാണ് ഈ അപജയം ഉണ്ടായിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു വിശദീകരണമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഞങ്ങളുടെ ഔദ്യോഗിക പോസ്റ്ററല്ല, ഒറ്റ വരിയേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അവർ ഒഫീഷ്യൽ പോസ്റ്റർ. എത്ര നിരുത്തരവാദപരമായിട്ട് ആർട്ടിക്കിൾ 370 ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ, അവിടെ സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ വില, അത് ഇല്ലാതാക്കിയതിൻ്റെ വില ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിക്കോ പറയാൻ ധൈര്യമുണ്ടോ? ആ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അങ്ങനൊരു ധൈര്യമില്ല
കോൺഗ്രസ് വീണ്ടും പഴയ കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇപ്പൊ കണ്ടല്ലോ. അതെ അതെ, ഈ ഇടക്കാല സർക്കാർ വന്നിട്ട് അവിടുത്തെ സർക്കാരിനെ നയിക്കുന്നത്, ചിന്തയും ഇന്ധനവും എല്ലാം നൽകുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ധനം നൽകുന്നത് ആയിരിക്കുമെന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം നടപടികളിലൂടെ ഇതൊക്കെ കോൺഗ്രസ് തെളിയിക്കുന്നത് ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെയാണ്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കൈയെടുത്ത് തൊഴുകയെ നിവർത്തിയുള്ളൂ. കോൺഗ്രസ്സുകാരെ ദയവായിട്ട് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ അസ്തിത്വമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദയവായിട്ട് ഈ രാജ്യത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കൂ. നിങ്ങളിപ്പോഴും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു വ്യക്തി താല്പര്യം ഒരു നേതാവിൻ്റെ തലയിൽ കയറി കഴിഞ്ഞാൽ, രാഷ്ട്ര താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാടിന് വലിയ ഭീഷണിയാവും. ആ ഒരു എന്താണ് ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ, അതായത് എങ്ങനെ ആയിരിക്കണം ഇനി രാജ്യത്ത് പ്രതിപക്ഷം നീങ്ങേണ്ടത് എന്നൊരു മെസ്സേജാണ് പ്രവർത്തനത്തിലൂടെ BJPയും നരേന്ദ്രമോദിയും നൽകുന്നത്. ആ ഒരു സ്പേസിലേക്ക് ആരെനി കോൺഗ്രസ് ഉയരുന്നില്ല. അങ്ങനെ ഉയരുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അതെ അതെ. എന്തായാലും നമുക്ക് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നമുക്കും ദുഃഖം പ്രകടിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. അത് ഈ രാജ്യത്തിൻ്റെ പരമാധികാരം ഒരിടത്തും അടിയറ വെക്കാൻ, അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ല. അത് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയണം. കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്താ പറയുക, കുറേ കൂടെ ചിന്തിച്ച് ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.